സ്പെഷ്യൽ ചന്ദനത്തിരിയാണെന്നൊക്കെ പറയാട്ടോ നമുക്ക്. ചന്ദനത്തിരി ഒന്നല്ല. എന്നാൽ പിന്നെ എന്താ കൊതുക് തിരിയാണോ? അതുമല്ല. അപ്പോൾ എന്താണെന്ന് നോക്കാം കേട്ടോ നമുക്ക്. ഇതാക്കാം, ഇതെന്താന്ന് നോക്കാം. ഈ കാണുന്ന മരത്തിൻ്റെ പൂവ് തിരിയിട്ട് വരുന്നതാണത്. അതെ, നിലത്ത് കിടക്കണുണ്ടില്ലേ, അതാണ് ആഞ്ഞിലിത്തിരി, അയിനിത്തിരി എന്നൊക്കെ പറയും. അതാണിത്. ശരിക്കും സാധാരണ ഇത് ഇതിനേക്കാളും മണ്ണുണ്ടാവും. ഇത് വളരെ കനം കുറഞ്ഞതാണ്. വർക്ക് അവിടെ രാകേഷ് കാര്യമായിട്ടൊരു സാധനം പറക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞിട്ട്. എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്പെഷ്യൽ ചന്ദനത്തിരിയാണെന്നൊക്കെ പറയാട്ടോ നമുക്ക്. ചന്ദനത്തിരി ഒന്നല്ല, ഇതിന് ഞങ്ങൾ അയിനിത്തിരി എന്ന് പറയും. അയിനിമറ്റ കായ ഉണ്ടാകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാര്യമാണിത്. ഇത് കൊണ്ട് ഞങ്ങൾ പണ്ട് പടക്കം പൊട്ടിക്കാൻ, വിഷുക്കാലത്ത് പടക്കം പൊട്ടിക്കാൻ ഇത് തീ കൊളുത്തിയിട്ട് ഇതിൽ നിന്ന് പടക്കം ഇതിന് പൊട്ടിച്ചിരുന്നത് ഏട്ടന്മാരൊക്കെ. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഈ തെക്കേ പറമ്പിലും ഉണ്ട് ഒരു അയിനിമരം. അങ്ങനെ ഇതിനാണ് ഞങ്ങൾ അയിനിച്ചക്ക എന്ന് പറയുക. അയിനിച്ചക്ക ഒരെണ്ണം താഴെ വീണ് എടുക്കണ്ടായിരുന്നു, കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ അതിന് കണ്ടെന്നൊക്കെ പറയണ കേട്ടു, ഞാൻ കണ്ടില്ല, ന്യൂസ് കണ്ടു അങ്ങനെ. അപ്പോൾ ഇതാണ് കേട്ടോ അയിനിത്തിരി. കാണാത്തവർ കണ്ടോളൂ. ഈ അയിനിച്ചക്കയ്ക്ക് വളരെ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കുരു പണ്ട് വെച്ച് കുട്ടിക്കാലത്ത് ഞങ്ങൾ വറുത്ത് കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അതിന് പ്രത്യേക ടേസ്റ്റായിരുന്നു. അങ്ങനെ പല ഓർമ്മകളുണ്ട്. പക്ഷേ ഇതൊന്നും കഴിക്കാനൊന്നുമില്ല. ചുളയൊന്നായിട്ടില്ല, കണ്ടില്ലേ, നമുക്ക് താങ്ങി പിടിച്ച് കൊണ്ടുവന്നു മാത്രം, ഒന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ നിന്നിപ്പോൾ ഒന്നും കഴിക്കാനൊന്നും കിട്ടില്ല. ഇനി നല്ല ചക്ക കിട്ടിച്ചാൽ അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അപ്പോൾ അയിനിച്ചക്ക കഴിച്ചിട്ടുള്ള ഗുണങ്ങളും അത് കഴിച്ചതിൻ്റെ രസങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ഇട്ടോളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.